നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കായംകുളത്ത് ഭാര്യയെ കൊലപ്പെടുത്തി ബി.ജെ.പി. പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്തു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണവുമായി പോലീസ്. ബി.ജെ.പി. കായംകുളം ചിറക്കടവം സ്വദേശി സജിയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം തേടി യുവാവിന്റെ വേറിട്ട പ്രതിഷേധം. ജീവൻ പൊലിയുന്ന ഒരു സ്ഥലമായി നമ്മുടെ കേരളത്തിലെ മിക്ക റോഡുകളും. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലെ കുഴികളിലും ഗർത്തങ്ങളിലും പൂക്കളർപ്പിച്ചും വാഹനങ്ങളിൽ റീത്ത് സമർപ്പിച്ചുമായിരുന്നു പ്രതിഷേധം. പുല്ലൂർ സ്വദേശി A.K. നവാസ് വേറിട്ട സമരം നടത്തിയത്. എഴുത്തിന്റെ ശക്തി ചിന്തകൾക്ക് അതീതമാണെന്നും അതുതന്നെയാണ് എഴുത്തുകാരന്റെ ശക്തിയെന്നും M. മുകേഷ് MLA. സാംസ്കാരിക വകുപ്പും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സംഘടിപ്പിച്ച സമം ചെറുകഥാ ക്യാമ്പ് സമാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കായംകുളത്ത് ഭാര്യയെ കൊലപ്പെടുത്തി ബി.ജെ.പി. പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്തു. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പി. കായംകുളം ചിറക്കടവം സ്വദേശി സജി ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. കായംകുളത്ത് ഭാര്യയെ കൊലപ്പെടുത്തി ബി.ജെ.പിയുടെ പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കായംകുളം ചിറക്കടവം രാജധാനിയിൽ P.K. സജി, ഭാര്യ ബിനു എന്നിവരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബി.ജെ.പി. നിയോജക മണ്ഡലം സെക്രട്ടറിയാണ് P.K. സജി. ഭാര്യയുടെ കഴുത്തിൽ വെട്ടേറ്റ് മരിച്ച നിലയിലും സജി കുത്തേറ്റ നിലയിലുമാണ് മരിച്ച നിലയിൽ കണ്ടത്. ഭാര്യ ബിനുവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം സജി ആത്മഹത്യ ചെയ്യുകയായിരുന്നതാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസം വൈകിട്ട് കോയമ്പത്തൂരിൽ ജോലി ചെയ്യുന്ന മകൻ സജിൻ ഇവരെ ഫോണിൽ വിളിച്ചിരുന്നു. ഫോണിൽ ലഭിക്കാത്തതിനെ തുടർന്ന് അയൽവാസിയെ വിവരം അറിയിച്ചു. ഇവർ വന്ന് അന്വേഷിച്ചപ്പോഴാണ് മരണവിവരം അറിഞ്ഞത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഒരു 3:30 ആയപ്പോൾ അപ്പുറത്ത് വീട്ടിലെ കൊച്ചിനെ വിളിച്ചായിരുന്നു. അച്ഛനെ അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. ഒന്ന് കയറി നോക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ കയറി നോക്കിയപ്പോഴാണ് സംഭവം ഞാൻ കാണുന്നത്. അവിടുത്തെ ചേച്ചിയാണെങ്കിൽ കമന്ന് കിടക്കുമായിരുന്നു, ബ്ലഡിനകത്ത് അത് കണ്ടു. ഒരു 3:30 ആയി കാണും വൈകിട്ട്. ഞാൻ അപ്പുറത്തെ മില്ലിലെ ചേട്ടനെ വിളിച്ചു. പിന്നെ ആ ചേട്ടനാണ് എല്ലാവരും വിളിച്ച് അറിയിച്ചത്. ആ മോൻ കോയമ്പത്തൂരാ ജോലി. അവനങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് എന്നെ വിളിച്ച്. സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 55-ാം നമ്പർ അംഗനവാടി ഹൈടെക് ആകുന്നു. MLA ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. അംഗനവാടിയുടെ ശിലാസ്ഥാപനം CR മഹേഷ് MLA നിർവഹിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 55-ാം നമ്പർ അംഗനവാടിയാണ് ഹൈടെക് ആകുന്നത്. CR മഹേഷ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. അംഗനവാടിയുടെ ശിലാസ്ഥാപനം CR മഹേഷ് MLA നിർവഹിച്ചു. ഇങ്ങനൊരാവശ്യം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും എന്നോട് പറയുകയും ഇവിടുത്തെ അംഗനവാടി ടീച്ചറും വേണ്ടപ്പെട്ടതാണ്. അവരെല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കെട്ടിടത്തിന് തറക്കല്ലിടാൻ പോകുന്നത്. ആ കാര്യത്തിൽ പഞ്ചായത്ത് മെമ്പറെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിന് ഒരുപാട് നിയമപരമായ ഇത് നടത്തിയെടുക്കുന്നതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നതിനെല്ലാം അദ്ദേഹം മുൻകൈ എടുത്തു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിലുണ്ടാവണം. വളരെ പെട്ടെന്ന് തന്നെ സമയബന്ധിതമായി തന്നെ മനോഹരമായ ഒരു അംഗനവാടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായി ഇരുന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ പണി പൂർത്തീകരിക്കണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ശ്രീദേവി, വൈസ് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ്, പഞ്ചായത്ത് അംഗം സന്തോഷ് ആനേത്ത, ഗീതാകുമാരി, സുജേത, അനീജ, ഇന്ദുലേഖ, രാജേഷ്, നീതു, അൻസാറെ മലബാർ, സുരേഷ് നാരായണത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ 55-ാം നമ്പർ അംഗൻവാടിയുടെ പുതിയ കെട്ടിടം ഉണ്ടാകുന്നത്. നമുക്കറിയാം, നേരത്തെ ഇവിടെ കെട്ടിടം ഉള്ളതായിരുന്നു. അതിൻ്റെ ശോചനീയാവസ്ഥ കാരണം നമ്മൾ 5-6 വർഷമായിട്ട് പല വീടുകളിലായിട്ടാണ് നമ്മൾ അംഗൻവാടി നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒരു വാർത്ത പത്രത്തിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ MLA എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു, നമ്മൾ അംഗൻവാടിക്ക് ഫണ്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം അതിൻ്റെ ആ അടിസ്ഥാനത്തിൽ നമുക്ക് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ കല്ലിടൽ കർമ്മമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സൗത്ത് സ്റ്റോർ കുണ്ടറ ഇളമ്പള്ളൂരിൽ ഉദ്ഘാടനം ചെയ്തു. ഇൻവെസ്റ്റേഴ്സ് മീറ്റും ഇതോടൊപ്പം നടത്തി. ബ്രാൻഡ്, ഫൈബർ, TV ലോഞ്ചിങ്ങും നടന്നു. ജില്ലാ ചാനൽ, കമ്പനി എന്നിവയുടെ ഉദ്ഘാടനവും കുടുംബസംഗമവും 30-ന് നടക്കും. കേരള വിഷൻ കൊല്ലം ജില്ലാ ഡിസ്ട്രിബ്യൂഷൻ സൗത്ത് വോയിസ് എന്ന പേരിൽ യാഥാർത്ഥ്യമായി. സൗത്ത് വോയിസ് സെൻട്രൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഇൻവെസ്റ്റേഴ്സ് മീറ്റും നടത്തി. ചടങ്ങിൽ സൗത്ത് വോയിസ് സ്വന്തം ബ്രാൻഡിലിറക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഇന്റർനെറ്റ് അനുബന്ധ ഉപകരണങ്ങളുടെ ലോഞ്ചിങ്ങും TV ഉൾപ്പെടെയുള്ള ഗൃഹോപകരണങ്ങളുടെ ലോഞ്ചിങ്ങും നടത്തി.
ജില്ലയിലെ 3 ലക്ഷം ഉപഭോക്താക്കളെ കോർത്തിണക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള ഓൺലൈൻ ബിസിനസ് എന്നിവ ആദ്യഘട്ടത്തിൽ തന്നെ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. സൗത്ത് സ്റ്റോറിന്റെ ഉദ്ഘാടനം KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ നിർവഹിച്ചു. തീർച്ചയായിട്ടും കേരളത്തിനകത്ത് മാത്രം പ്രവർത്തിക്കുന്ന കേരള വിഷൻ ഇന്ന് രാജ്യത്തുള്ള ISP ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനികളുടെ ഒക്കെ പട്ടികയിൽ 8ാം സ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 4ാം സ്ഥാനം വരെയുള്ള ടെലികോം കമ്പനികളുടെ സ്ഥാനം ഒരിക്കലും നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതല്ലെങ്കിലും 5ാം സ്ഥാനത്തേക്കുള്ള ഒരു വിഷനാണ് അടുത്ത 2-3 വർഷം കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലുള്ള ചെറുകിട ഓപ്പറേറ്റർമാരുടെ ഈ കൂട്ടായ്മയ്ക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലുള്ള 30 ലക്ഷം ഡിജിറ്റൽ വരിക്കാർ, ആ 30 ലക്ഷം ഡിജിറ്റൽ വരിക്കാർ മാത്രമല്ല ഇന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയെന്ന് നമുക്കറിയാം. ഇന്ന് കേബിൾ TVയുടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ കേബിൾ TV കണക്ഷനിലൂടെയല്ല അതായത് യുവതലമുറ മുഴുവനായിട്ടും TVയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ല നമ്മൾ പോകുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ഹാൻഡ് ഹെൽഡ് ഡിവൈസുകളും മൊബൈലിലും ടാബിലും ഒക്കെ തന്നെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ തന്നെ അവരുടെ സൗകര്യാർത്ഥം അവർക്ക് കണ്ടന്റും അവരുടെ വിനോദോപാധികളും അവരുടെ പഠനവും ഒക്കെ നടത്തുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻ്റർനെറ്റ് കണക്ഷനാണ് ഇനി നമുക്ക് മുൻപോട്ട് കൊണ്ടുവേണ്ടത്. കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് ബിൽഡിംഗിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ COA ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് പിള്ള അധ്യക്ഷത വഹിച്ചു. COA ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് ആമുഖ പ്രഭാഷണം നടത്തി. ഈ സംവിധാനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, 10-30 വർഷമായി കേരളത്തിൽ വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഈ സംവിധാനം ഇവിടെ MP സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ വലിയ കമ്പനികളിൽ ഒന്നായി നമുക്ക് മാറാൻ കഴിഞ്ഞു. ആസൂത്രണത്തിൻ്റെ മികവും നമ്മുടെ ലക്ഷ്യബോധവും കൊണ്ടാണ് നമുക്ക് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത്. ഇവിടുത്തെ മുഴുവൻ ഓപ്പറേറ്റർമാരുടെയും പങ്കാളിത്തത്തോടു കൂടി രൂപീകൃതമായ ഈ കമ്പനി, ഈ സൗത്ത് വോയിസ് എന്ന് പറയുന്ന ഈ കമ്പനി, അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഈ തുടങ്ങിയ സംരംഭം നമുക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. സൗത്ത് വോയിസിന്റെ ഷെയർ സമാഹരണത്തിന്റെ ഉദ്ഘാടനത്തിന് വന്ന് അവരിൽ നിന്നും ഷെയർ വാങ്ങുന്ന ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചപ്പോൾ ഇതേ ആദ്യവും ഇതേ ടെൻഷനും എനിക്കുണ്ടായി. പക്ഷേ ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ നിറഞ്ഞ മനസ്സോടെ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ നിൽക്കുന്നത് ആ കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഷെയർ സമാഹരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ഈ സമയബന്ധിതമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെയാണോ അന്ന് ഉദ്ദേശിച്ചത്, അന്നത്തെ ആ പ്രൊജക്ട് മീറ്റിംഗിൽ ബിനു ശിവദാസ് എന്തൊക്കെയാണോ നിങ്ങളോട് പറഞ്ഞത്, അതെല്ലാം ഒന്നിലും കുറവ് വരുത്താതെ ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ കൊല്ലം ജില്ലയിൽ ആരംഭിക്കുകയാണ്, ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണെന്നുള്ളത് നിങ്ങളുടെ സംഘടനാ മികവിൻ്റെയും നിങ്ങളുടെ സംഘടനാ കൂട്ടായ്മയുടെയും നിങ്ങളുടെ സൗഹൃദത്തിൻ്റെയും നിങ്ങളുടെ ബിസിനസ് താല്പര്യങ്ങളുടെയും നിങ്ങളുടെ മുന്നോട്ടുള്ള കാഴ്ചപ്പാടിൻ്റെയും വിജയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ C സുരേഷ് കുമാർ ബ്രാൻഡ് ലോഞ്ചിങ്ങും KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് ഫൈബർ ലോഞ്ചിങ്ങും KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജ്യോതികുമാർ VS TV ലോഞ്ചിങ്ങും നിർവഹിച്ചു. കൺവീനർ ബിനു ശിവദാസ്, ഇളമ്പള്ളൂർ ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് സെക്രട്ടറി G പത്മകുമാർ, KCCL ഡയറക്ടർമാരായ ബിനു ഭരതൻ, VP ബിജു, VH മുഹമ്മദ് നവാസ്, തോമസ് P ചാക്കോ, K അനിൽകുമാർ, COA ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. നീണ്ടകരയിൽ പയർ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പരാശക്തി കൃഷിക്കൂടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പയർ കൃഷി ചെയ്തത്. ഡോക്ടർ സുജിത് വിജയംപിള്ള MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നീണ്ടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള കൃഷിക്കൂട്ടം ആരംഭിച്ച പയറു കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. നീണ്ടകര ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ 5 അംഗങ്ങളടങ്ങിയ പരാശക്തി കൃഷിക്കൂട്ടത്തിന്റെ സെക്രട്ടറി IBയുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി. 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കുകയുണ്ടായി. അതിൽ നമ്മൾ 1-ാം വാർഡിലെ നമ്മുടെ പരാശക്തി കൃഷിക്കൂട്ടത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നീണ്ടകര പഞ്ചായത്തിൽ ഇങ്ങനെയുള്ളൊരു കൊമേഴ്ഷ്യൽ സ്കെയിലുള്ള കൃഷി സക്സസ് ആവൂ എന്നുള്ളൊരു വലിയ ആശങ്ക പല കർഷകരുടെയും മനസ്സിലുണ്ട്. അതൊക്കെ ദൂരീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ആശയങ്ങൾ കൊണ്ട് തന്നെ ആ പറഞ്ഞ പ്രകാരം തന്നെ കീടരോഗ നിയന്ത്രണ മാർഗ്ഗങ്ങൾ ഉൾപ്പെടെ പല ഡെഫിഷ്യൻസി സിംറ്റംസും അതേപോലെ തന്നെ മനസ്സിലാക്കി ടൈംലി ആയിട്ട് പല മാനേജ്മെൻറ്റ് പ്രാക്ടീസസും കൊടുത്തുകൊണ്ട് തന്നെ വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ അവർ ഈ
കൃഷി വിജയിപ്പിച്ചു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പയറു കൃഷിയുടെ വിളവെടുപ്പ് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിച്ചു. പുതിയ രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വളം അതിൻ്റെ കൃത്യമായിട്ടുള്ള മിശ്രണത്തിൽ കൊടുത്തുകൊണ്ട് തെളിഞ്ഞ് കെട്ടിയിട്ട് അതൊരു പ്ലാസ്റ്റിക് കവർ ആവരണം കൊടുത്തുകൊണ്ട് അത് 3 വിളവ് വരെ അങ്ങനെ നമുക്ക് എടുക്കുവാൻ സാധിക്കും. അപ്പോൾ അതിന് നേരത്തെ ഈ രീതിയിൽ കൃഷി ചെയ്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള കിളികല്ലൂരുള്ള നമ്മുടെ സുഹൃത്ത് സജീവ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഈ രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് കോളിഫ്ലവർ, അതായത് തണുപ്പ് കാലാവസ്ഥയിൽ മാത്രം വളരുന്ന കോളിഫ്ലവർ, ബ്രൊക്കോളി, അതുപോലെ തന്നെ ക്യാബേജ് എല്ലാം തന്നെ വിളവെടുപ്പിച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള സമ്മിശ്ര കൃഷി നടത്തുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഇവർക്ക് കൃഷിയെല്ലാം കൂടുതൽ ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ സാധിച്ചത്. 30 സെന്റ് സ്ഥലത്ത് കളനിയന്ത്രണത്തിനായുള്ള പ്ലാസ്റ്റിക് വിരി ഉപയോഗിച്ച് ശാസ്ത്രീയ രീതിയിലുള്ള പ്രദർശന തോട്ടമായിരുന്നു ഇവിടെ തയ്യാറാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR രജിത, കൃഷി ഓഫീസർ സജിത, കൃഷി അസിസ്റ്റന്റുമാരായ ജിനു, ബിജോയ്, കർഷകരായ സജീവ, റോസ്മേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം തേടി യുവാവിന്റെ വേറിട്ട പ്രതിഷേധം. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലെ കുഴികളിലും ഗർത്തങ്ങളിലും പൂക്കളർപ്പിച്ചും വാഹനങ്ങളിൽ റീത്ത് സമർപ്പിച്ചുമാണ് പുല്ലൂർ സ്വദേശി AK നവാസ് വേറിട്ട സമരം നടത്തിയത്. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലെ ശോചനീയാവസ്ഥയ്ക്കും അധികാരികളുടെ അവഗണനയ്ക്കുമെതിരെയാണ് AK നവാസ് വേറിട്ട ഒറ്റയാൾ പോരാട്ടത്തിനിറങ്ങിയത്. പുന്നൂർ ചെങ്കോട്ട റോഡിലും വൺവേയിലും രൂപപ്പെട്ട് കിടക്കുന്ന കുഴികളും ഗർത്തങ്ങളും അറ്റകുറ്റപ്പണികൾ നടത്താത്തതിലാണ് പൊതുപ്രവർത്തകൻ കൂടിയായ AK നവാസ് വേറിട്ട പ്രതിഷേധം നടത്തിയത്. നാഷണൽ ഹൈവേയിലും വൺവേ റോഡിലും സ്ഥാപിച്ചിട്ടുള്ള അനധികൃത കമാനങ്ങളും ഫ്ലെക്സ് ബോർഡുകളും അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും വഴിയോരങ്ങളിൽ അപകടത്തിന് കാരണമാകുന്ന വൃക്ഷങ്ങൾ മുറിച്ചുമാറ്റണമെന്നും ഇക്കാര്യത്തിൽ അധികൃതർ അനാസ്ഥയാണ് കാട്ടുന്നതെന്നും നവാസ് ആരോപിച്ചു. ഇന്നിപ്പോൾ നടന്ന ഈ ഒരു സമരം ഇവിടുത്തെ ഒരു ഡ്രൈവർമാരുടെയും സാധാരണ കുടുംബത്തിലെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പോകുന്ന സഹോദരിമാരുടെയും നമ്മുടെ കുടുംബത്തിന്റെ അന്നദാതാക്കളെല്ലാം തന്നെ ജീവൻ പൊലിയുന്ന ഒരു സ്ഥലമായി നമ്മുടെ കേരളത്തിലെ മിക്ക റോഡുകളും, അതായത് ഒരു കാരണവുമില്ലാതെ ആക്സിഡന്റിൽപ്പെട്ട് ഓരോ ജീവനും പൊലിയുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ നിന്നല്ല രാജ്യത്ത് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ അപകട മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പല പല രോഗങ്ങൾ വന്ന് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചാലും അതിന് മുമ്പിട്ട് യുദ്ധങ്ങൾ വന്ന് മരിച്ചാലും ഈ ഒരു റോഡപകടത്തിന്റെ കണക്ക് അതിൽ നിന്ന് ഒരുപാട് കൂടുതലാണ്. നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് പുല്ലൂർ സംസ്കാര സമിതി പ്രസിഡന്റ് കൂടിയായ AK നവാസ് ഇത്തരത്തിലൊരു സമരം നടത്താൻ രംഗത്തിറങ്ങിയത്. വാഹനങ്ങളിൽ റീത്ത് സമർപ്പിച്ചും കുഴികളിലും ഗർത്തങ്ങളിലും പൂക്കളർപ്പിച്ചുമുള്ള വേറിട്ട സമരപ്രകടനം നാട്ടുകാരിലും കൗതുകമുണർത്തി. പൊതുപ്രവർത്തകരായ CB വിജയകുമാർ, KK ബാബു, ബാബു തോമസ്, ഡേവിഡ് റോഷൻ പത്തനാപുരം, AK അഹമ്മദ്, ബിജോ ബാബു, മുഹമ്മദ് എന്നിവർ നവാസിന്റെ ഈ വേറിട്ട സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പം കൂടി. ഈ പട്ടണത്തിലെ ഇതുപോലെയുള്ള അപകട കുഴികൾ, ഈ റോഡിലുള്ള കുഴികൾ, ഇതടയ്ക്കാൻ ഒരു 10-15 ചട്ടി മെറ്റലും ടാറും മാത്രം മതി. അതിന് വളരെ പരിമിതമായ ഒരു തുക മാത്രം മതി. പക്ഷേ അത് ചെയ്യാൻ അതെൻ്റെ ബാധ്യതയാണ്. NHന്റെ എഞ്ചിനീയർക്ക് തോന്നണം, എന്നെ ശമ്പളം തന്ന് നാഷണൽ ഹൈവേയുടെ ഓഫീസിൽ നിന്ന് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഇത് ചെയ്യിക്കാനാണ് എന്ന തോന്നൽ ആ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന് ആദ്യം ഉണ്ടാവണം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സാംസ്കാരിക വകുപ്പും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സംഘടിപ്പിച്ച സമം ചെറുകഥാ ക്യാമ്പ് സമാപിച്ചു. 19-20 തീയതികളിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന ക്യാമ്പ് പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി. M മുകേഷ് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എഴുത്തിൻ്റെ ശക്തി ചിന്തകൾക്ക് അതീതമാണ്, അതുതന്നെയാണ് എഴുത്തുകാരൻ്റെ ശക്തിയും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എഴുത്തിന്റെ ശക്തി ചിന്തകൾക്കതീതമാണ്, അതുതന്നെയാണ് എഴുത്തുകാരന്റെ ശക്തിയുമെന്ന് M മുകേഷ് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. സിനിമാ തിരക്കഥ മാത്രമാണ് സാങ്കേതികത്വം, സാങ്കേതിക പ്രവർത്തകൻ എന്നാണ്. തിരക്കഥാകൃത്തിനെ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്ത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കാരണം അതിനകത്ത് സാങ്കേതികത്വം അറിയണം, എന്നാൽ മാത്രമേ തിരക്കഥ എഴുതാൻ പറ്റൂ. ബാക്കി പ്രതിഭ എന്ന് പറയുന്നത് ഈ എഴുത്ത് മാത്രം ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ആർക്കും തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. സംഗീതത്തിന് അഭിരുചി ഉണ്ടെങ്കിൽ, അഭിരുചി എന്തായാലും വേണം. സംഗീതത്തിൽ അഭിരുചി ഉണ്ടെങ്കിൽ, അഭിനയത്തിൽ അഭിരുചി ഉണ്ടെങ്കിൽ, അങ്ങനെ ഏത് കലാ നൃത്തത്തിലാണെങ്കിലും ഒക്കെ ആ ഒരു ടേസ്റ്റ് വെച്ചിട്ട് പിന്നീട് ശിക്ഷണത്തിലൂടെ ഒരുപാട് വളരും.
അങ്ങനെ വളർന്നിട്ടുള്ളവർ തന്നെയാണ് ലോകത്തുള്ള എല്ലാവരും. എന്നാൽ എഴുത്ത് മാത്രം, എന്നെ എഴുത്ത് പഠിപ്പിച്ചത് ഇന്നാരാണ് എന്നെ ഇങ്ങനെ എഴുതണമെന്ന് പഠിപ്പിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ എം മുകേഷ് MLA വിതരണം ചെയ്തു. സമം പ്രോഗ്രാം കമ്മിറ്റി അധ്യക്ഷ സുജ സൂസൻ ജോർജ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തിയ 40 ചെറുകഥാകാരികളുടെ ക്യാമ്പാണ്. നമ്മൾ നേരത്തെയൊക്കെ ഈ വേദി ഉദ്ഘാടന സമയം മുതൽ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, സമം എന്തുകൊണ്ട് എന്നുള്ളത്. സമം സമത്വമാണ് എന്ന് പറഞ്ഞ് അതൊരു പൊളിറ്റിക്കൽ വേർഡായിട്ടാണ് നമ്മൾ അതിനെ എടുത്തിരിക്കുന്നത്. അത് സമത്വമാണ്, അത് നീതിക്ക് വേണ്ടിയുള്ള ഒരു മുന്നേറ്റമാണ്. ദേവകി വാര്യർ, ട്രസ്റ്റ് സെക്രട്ടറി ലത ടി രാധാമണി, സാംസ്കാരിക വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സി സുമേഷ് കുമാർ, സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സിനി കെ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിന് ശേഷം ആട്ടം കലാസമിതി അവതരിപ്പിച്ച കലാസന്ധ്യയും പുതു അനുഭവമായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സാമൂഹ്യ ഉത്തരവാദിത്വവും മഹത്തായ ചിന്തയും പുതിയ പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. ചവറ സൗത്ത് ഗുഹാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ശതാബ്ദി ആഘോഷവും കെട്ടിട ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം പറയുന്നത് ഇന്ത്യ കാതോർക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മഹത്തായ ചിന്ത, സാമൂഹ്യ ഉത്തരവാദിത്തം എന്നിവ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെ സംസ്ഥാനം ലക്ഷ്യമിടുന്നതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ചവറ സൗത്ത് ഗുഹാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ശതാബ്ദി ആഘോഷവും കെട്ടിട ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ കുട്ടിയുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ഒന്നാകണം വിദ്യാഭ്യാസ സമ്പ്രദായം. സാമൂഹ്യ നീതി, പുരോഗമന മൂല്യങ്ങൾ, അറിവിന്റെ പരിവർത്തന ശക്തിയിലുള്ള അചഞ്ചലമായ വിശ്വാസം എന്നിവയോടുള്ള കേരളത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവാണ് വിദ്യാഭ്യാസ മികവിലേക്കുള്ള സംസ്ഥാനത്തിന്റെ യാത്ര. ജാതി, വർഗം, ലിംഗഭേദം എന്നിവയുടെ വേലിക്കെട്ടുകൾ തകർത്ത് വിദ്യാഭ്യാസത്തിലേക്കുള്ള സാർവത്രിക പ്രവേശനം ഉറപ്പാക്കാനുള്ള ഒരു ദൗത്യം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. പാഠ്യപദ്ധതി പരിഷ്കരണം ധീരമായ ചുവടുവയ്പ്പാണ്. കേരളം പറയുന്നത് ഇന്ത്യ കാതോർക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമ്മേളനത്തിൽ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. കൊണ്ടും അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായി പ്രവർത്തിച്ചുകൊണ്ട് പുണ്യപുരാതനമായ നമ്മുടെ തെക്കുംഭാഗം ശിഷ്യ ഗുഹാനന്ദപുരം ഇന്ന് ഈ ക്ഷേത്ര സമുച്ചയം കൊണ്ടും അതുപോലെ സ്കൂൾ കൊണ്ടും കീർത്തിക്കപ്പെട്ടു ദേശത്ത് നിന്നും ജനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഈ സ്കൂളിന്റെ കീർത്തി നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ 1924 തുടങ്ങുമ്പോൾ ഇതൊരു സംസ്കൃത സ്കൂളായിട്ട് തുടങ്ങുന്നു. അതായത് വൈക്കം സത്യാഗ്രഹം ഒക്കെ നടക്കുന്ന ആ കാലഘട്ടത്തിൽ, സംസ്കൃതം നിഷിദ്ധമായിരുന്ന കാലഘട്ടത്തിൽ അവർണന് സംസ്കൃതം കേൾക്കുന്നത് പോലും, അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ആ ചെവിയിൽ ഈയം ഒഴിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു തീരുമാനം. സ്കൂൾ മാനേജർ വി രാജേന്ദ്ര പ്രസാദ് സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ MS സുജന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ, തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ, മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം S സോമൻ, തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ പിള്ള, അപർണ രാജഗോപാൽ, ഷാജി S പള്ളിപ്പാടൻ, യസ്മീന, P മനു, മിഥുൻ ഷാജി, L ജസ്റ്റിസ്, K സുധ, K ലാൽ, S ഷാജി, P സജി, കിഷോർ K കൊച്ചയ്യം, ഫാദർ ജോർജ് സെബാസ്റ്റ്യൻ, P ദിലീപ് കുമാർ, J ഷീബ, R ഷാജി ശർമ്മ, ബാജി സേനാധിപൻ, പ്രിജു A, X അസീസി, S പ്രിൻസ്, PG വിനോദ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ദേശീയ താരങ്ങളുടെ സൈക്കിൾ റാലിക്ക് ഓച്ചിറയിൽ സ്വീകരണം നൽകി. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ ഭാഗമായാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് 2024 പ്രചാരണത്തിന്റെ ഭാഗമായാണ് ദേശീയ സൈക്ലിംഗ് താരങ്ങളുടെ സൈക്കിൾ റാലി ഓച്ചിറയിലെത്തിയത്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ സൈക്കിൾ റാലിക്ക് സ്വീകരണം നൽകി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് X ഏണസ്റ്റ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ K രാമചന്ദ്രൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം ജയകുമാർ, മദർ തെരേസ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് PB സത്യദേവൻ, പഞ്ചായത്ത് അംഗം A അജ്മൽ, ബാബു കൊപ്പാറ, ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് കബീർ N സെയിൻ, ഫാൻറ്റം സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് മോഹനൻ, ശിവാനി P നായർ, സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ലോകത്തിന് മാതൃകയായി കേരളത്തെ ഉയർത്തിക്കൊണ്ടാൻ പിണറായി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യ ഉന്നമനത്തിനുമായി നമ്മുടെ കായിക മേഖലയെ ഉപയോഗപ്പെടുത്താമെന്നുള്ള സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായാണ് ഇതേപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഇതിനെ എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. CPCRIയുടെ ഫാർമേഴ്സ് ഫസ്റ്റ് പദ്ധതി പ്രകാരം തെങ്ങിൻ തൈകളുടെ വിപണന ഉദ്ഘാടനം നടത്തി. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത്, CPCRI, പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് എന്നിവ സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്.
ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം 2730 നമ്പർ പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് CPCRIയുടെ ഫാർമർ ഫസ്റ്റ് പ്രോഗ്രാം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെങ്ങിൻ തൈകളുടെ വിപണന ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. കമ്മ്യൂണിറ്റി കോക്കനട്ട് നേഴ്സറിയിൽ നിന്നുള്ള തെങ്ങിൻ തൈകളാണ് വിപണനം ചെയ്തത്. പരിപാടിയുടെ ഉദ്ഘാടനം ദേവികുളങ്ങരയിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഷഹിമ മങ്ങയിൽ നിർവഹിച്ചു. സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായുള്ള കോപ്പ് മാർക്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും പ്രസിഡന്റ് പറഞ്ഞതുപോലെ പച്ചക്കറികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഇവിടെയുള്ള ആൾക്ക് തന്നെ വിഷരഹിത പച്ചക്കറികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു. മണിച്ചോളം ഈ വർഷം കൃഷി ആരംഭിച്ചത്. അപ്പോൾ ഈ വർഷം ഇപ്പം അതിന് പറയാൻ പോവാണ് കപ്പലണ്ടിയും അതേപോലെ തന്നെ പഞ്ഞപ്പുല്ല് കൃഷി ആരംഭിക്കാൻ പോകണം. അതിന്റെ കാര്യം പറയും. അതിനുള്ള വിത്തും വളവും എല്ലാം CPCRI തരുന്നത്. നബാർഡ് ചീഫ് ജനറൽ മാനേജർ ഡോക്ടർ G ഗോപകുമാരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. CPCRI പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ P അനിതകുമാരി പദ്ധതി വിശദീകരിച്ചു. ആദ്യം പത്തിയൂർ പഞ്ചായത്തിൽ തുടങ്ങിയ ഫാർമർ ഫസ്റ്റ് പ്രോഗ്രാം, അതായത് ദേശീയ തലത്തിൽ ഒരു സംസ്ഥാനത്തിന് ഒരു പദ്ധതി എന്നുള്ള നിലയിൽ നമ്മുടെ ദേശീയ തലത്തിൽ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത് കിട്ടിയത്. എനിക്കത് കേരളത്തിൽ മറ്റൊരു സൊസൈറ്റിയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രവർത്തനം, ഇങ്ങനെ ഒരു കൺവേർജൻസ് അല്ലെങ്കിൽ ശരിക്കും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് S ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. E ശ്രീദേവി, രജനി ബിജു, ലീന രാജു, സൂര്യറാണി, അഡ്വക്കേറ്റ് K ഗോപിനാഥൻ, S ആനന്ദ, B സുരേഷ്, C ജയകുമാർ, G ബാബുരാജ്, CC ഷാജി, ജോസി ക്രിസ്റ്റബൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. അരിനെല്ലൂർ സെന്റ് ജോർജ് ദേവാലയത്തിൽ പ്രദക്ഷിണം നടന്നു. വിശുദ്ധ സെബസ്ത്യനോസിന്റെ തിരുനാളിന്റെ ഭാഗമായാണ് പ്രദക്ഷിണം നടന്നത്. തേവലക്കര അരിനെല്ലൂർ സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് പ്രദക്ഷിണം നടത്തി. നിരവധി വിശ്വാസികളാണ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത്. ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് സെന്റ് ജോർജ് കുരിശടി, മഞ്ഞിപ്പുഴ ജംഗ്ഷൻ, മുട്ടം ദേവസഹായം ദേവാലയം, കോട്ടൂർ ജംഗ്ഷൻ, ലോകരക്ഷക ആശുപത്രി ജംഗ്ഷൻ വഴി ദേവാലയത്തിൽ പ്രദക്ഷിണം സമാപിച്ചു. ഇതിന് മുന്നോടിയായി ദിവ്യബലി, ജപമാല, ലിറ്റിനി, വേസ്പര എന്നിവയും നടന്നു. കുമ്പളം ഇടവക വികാരി ഫാദർ ജോസ് സെബാസ്റ്റ്യൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബിജു ജോസഫ്, ഫാദർ ഡിക്സൺ ആന്റണി എന്നിവർ വചന സന്ദേശം നൽകി. മാധ്യസ്ഥം വഹിക്കുവാനും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രത്യേക അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. പകർച്ചവ്യാധി, എല്ലാവിധ മാറാ രോഗങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുവാൻ സ്വർഗത്തിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇതിനുശേഷമായിരുന്നു പ്രദക്ഷിണം നടന്നത്. ന്യൂസ് ബ്യൂറോ, തേവലക്കര. പ്രധാന വാർത്തകൾ വീണ്ടും. കായംകുളത്ത് ഭാര്യയെ കൊലപ്പെടുത്തി BJP പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്തു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണവുമായി പോലീസ്. BJP കായംകുളം ചിറക്കടവം സ്വദേശി സജിയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം തേടി യുവാവിന്റെ വേറിട്ട പ്രതിഷേധം. ജീവൻ പൊലിയുന്ന ഒരു സ്ഥലമായി നമ്മുടെ കേരളത്തിലെ മിക്ക റോഡുകളും. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലെ കുഴികളിലും ഗർത്തങ്ങളിലും പൂക്കളർപ്പിച്ചും വാഹനങ്ങളിൽ റീത്ത് സമർപ്പിച്ചുമായിരുന്നു പ്രതിഷേധം. പുന്നൂർ സ്വദേശി AK നവാസ് വേറിട്ട സമരം നടത്തിയത്. എഴുത്തിന്റെ ശക്തി ചിന്തകൾക്ക് അതീതമാണെന്നും അതുതന്നെയാണ് എഴുത്തുകാരന്റെ ശക്തിയെന്നും M മുകേഷ് MLA. സാംസ്കാരിക വകുപ്പും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സംഘടിപ്പിച്ച സമം ചെറുകഥാ ക്യാമ്പ് സമാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കേരള വിഷന്റെ കൊല്ലം ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും ജനുവരി 30-ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതിനു മുന്നോടിയായി കൊല്ലം ജില്ലയിലെ കേരള വിഷന്റെ 3.5 ലക്ഷം ഉപഭോക്താക്കൾ ഗുണകരമാകുന്ന 20-ലധികം കൺസ്യൂമർ സ്റ്റോറുകളും 30-ലധികം സെയിൽസ് കൗണ്ടറുകളും ജില്ലയിൽ തുറക്കുന്നു. ഇതിന്റെ ആദ്യഘട്ടമായി സെൻട്രൽ സ്റ്റോറായ സൗത്ത് സ്റ്റോറിന്റെ ഉദ്ഘാടനം ജനുവരി 20 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കുണ്ടറ ഇളമ്പള്ളൂർ കേരള വിഷൻ അനക്സിൽ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീ PP സുരേഷ് കുമാർ നിർവഹിക്കും. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററിൽ നിന്നും ചോദിച്ചറിയുക. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം.